ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ച് എന്നാൽ അത് വെച്ചിട്ടൊരു ബിരിയാണി വെക്കാമെന്ന്. അതിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതേ. ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പം മീൻ ഭയങ്കര കുറവാണ്. കിട്ടിയ കൊഞ്ച് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് വെച്ചേക്കണം. അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് പാനിലോട്ട് കൊഞ്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് നേരം തീ കുറച്ചിട്ട് വേവിച്ചാൽ മതി. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് പോകും, നമുക്ക് ഒരു ടേസ്റ്റും കാണത്തില്ല കൊഞ്ചിന്. അതുകൊണ്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഗ്രേവിക്ക് ആവശ്യമായ സാധനങ്ങളെന്ന് പറയുന്നത് 4 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം. റോസ് കൈമ റൈസ് കേട്ടോ, ജീരകശാല എന്ന് പറയും. ആ റൈസാണ് നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. വലിയ അരി ഇവിടെ ഉപയോഗിക്കാറില്ല, ആർക്കും ഇഷ്ടമല്ല വലിയ അരി ഇടത്. അഥവാ വലിയ അരി മേടിച്ചാൽ നമ്മൾ മന്തി വെക്കുമ്പോൾ മാത്രമാണ് ആ വലിയ അരി യൂസ് ചെയ്യുന്നത്. അത് ഞാൻ 2 നാഴി അരി, നമുക്ക് രാത്രി വരെ ഉപയോഗിക്കാൻ 2 നാഴി അരി മതി. 2 നാഴി അരി എടുത്തിട്ട് അത് നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചോറിന് ആവശ്യമായ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു ഹാഫ് സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൊഞ്ച് ഇവിടെ ചെറിയ തീ കിടന്ന് വേവുന്നുണ്ട്. ഇത് നമ്മുടെ ബിരിയാണിയുടെ മുകളിൽ നമ്മൾ ഇടുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയാണ്. ഞാനിത് നമ്മൾ ചോറ് വെക്കുന്നതിന് മുമ്പ് ആ പാനിൽ ഇട്ട് തന്നെ വറുത്തെടുക്കുക ചെയ്യാറ് കേട്ടോ. ചോറ് വെക്കുന്ന പാനിലോട്ട് നെയ്യ് ഒഴിച്ച് അതിനകത്ത് ആദ്യം സവാള ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും കോരും. അത് പെട്ടെന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം പഞ്ചസാര, ഒരു നുള്ള് പഞ്ചസാര ഇട്ട് നമ്മളൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ, ഒന്ന് സോട്ട് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ബ്രൗൺ കളർ ആവുകയും ചെയ്യും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റാണ് ആ സവാള മാത്രം അങ്ങനെ എടുത്ത് കഴിക്കാനും. സവാള സോട്ടാവുന്നുണ്ട്. ഇച്ചിരി വലുതായിപ്പോയി ഞാൻ സവാള അരിഞ്ഞപ്പം. കുറച്ചുകൂടെ നൈസായിട്ട് അരിയണമായിരുന്നു സവാള. അതിന് ശേഷം നമ്മൾ കാഷ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കിസ്മിസ് ഇട്ട് സോട്ട് ചെയ്ത്, മക്കളുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം സോട്ട് ചെയ്ത് വെക്കും കേട്ടോ. കാരണം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ്ക്കകത്ത് വറുത്തത്. ചോറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർ കഴിക്കത്തില്ല. അല്ലാതെ നമ്മളിങ്ങനെ വറുത്തെടുത്ത് കോരി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വരും. ഈ സവാള വറുത്തതും ഇതും അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ എടുത്ത് കഴിക്കാറുണ്ട്. അവർക്ക് ഇഷ്ടമാണ് അതങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഇച്ചിരി എടുത്തിട്ടുള്ളൂ അണ്ടിപ്പരിപ്പ് മുന്തിരിയും. അത് നമ്മൾ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അത് കോരി മാറ്റി അതിലോട്ട് തന്നെ നമ്മൾ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ട് അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നൊരു ഹാഫ് സവാളയുണ്ട്, അതും കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. ആ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. നല്ല കറക്റ്റ് വേവിന് നമുക്ക് കിട്ടും. 4 ഗ്ലാസ് വെള്ളം ഞാൻ അളന്നിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സവാളയും കൂടെ ഒന്ന് സോട്ടായതിന് ശേഷം ആ 4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു, ഉപ്പിട്ട് അടച്ചു വെച്ച്. അപ്പോഴേക്കും കൊഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കൊഞ്ച് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി. ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഗ്രേവിക്കുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. ആ പാനിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് സോട്ടാകുമ്പോഴത്തേക്കും 4 പച്ചമുളകും 1 തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും സവാളയും കൂടി ഇടണം. ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ബേബി അഹമ്മദ് വ്ളോഗ് എന്നുള്ളത് മാറിയിട്ട് HH അഹമ്മദ് വ്ളോഗ്സ് എന്നാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയിടാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും പേര് HH അഹമ്മദ് വ്ളോഗ്സ് എന്ന് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഫോളോ ചെയ്യുക.
സപ്പോർട്ട് ചെയ്യുക. അരി തിളച്ച് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക നമുക്കരി. ഒരു കയ്യിൽ മൊബൈൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് സോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നൊരു കാര്യം. അരി ഒന്ന് ഇടുന്നത് കാണിക്കാഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. അന്നേരം ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ടാണ് അരി ഇട്ടത്. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ടൊമാറ്റോ ഇടുന്നതും ഒന്നും കാണിക്കാൻ പറ്റാത്തത് ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ടാണ്. അത് ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഫോൺ എടുത്ത് വീഡിയോ എടുത്തത്. അത് നമ്മൾ തക്കാളി നന്നായിട്ട് സോട്ടാവണം കേട്ടോ. സോട്ടാവുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ഇവിടെ അരി വെന്തിട്ടുണ്ട്. അരി നമ്മൾ കുതിരാൻ വെച്ചിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും കേട്ടോ. അപ്പോൾ ഗ്രേവിയുടെ ബാക്കി പ്രിപ്പറേഷനിലോട്ട് പോകാം. ഗ്രേവി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ മുളക് പൊടി ഇടാറില്ല കേട്ടോ. അത് നമ്മൾ ചിക്കന് മാത്രമേ ഞാൻ മുളക് പൊടി ഇടാറുള്ളൂ. ബീഫിനും ചെമ്മീനും ഒന്നും മുളക് പൊടി ഇടാറില്ല. കാരണം നമ്മൾ ഓൾറെഡി വറുക്കുന്നതിന് നമ്മൾ ചേർത്തായിരുന്നു മുളക് പൊടി. അപ്പോൾ അതിനകത്തോട്ട് ഇടുമ്പോഴത്തേക്കും കറക്റ്റ് കളറ് കിട്ടും നമുക്ക്. ഇതിനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കൊഞ്ചിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നോക്കിയതിന് ശേഷം ചേർത്താൽ മതി. അതിനുശേഷം ആ കൊഞ്ചും കൂടി ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കണം. ഓൾറെഡി ഫ്രൈ ആയതാണെങ്കിലും കൊഞ്ച് കുറച്ച് സമയം പിടിക്കും അതൊന്ന് സെറ്റാവാനായിട്ട്. അതുകൊണ്ട് അരി വെന്ത് ഞാൻ തീ ഓഫ് ചെയ്തായിരുന്നു. ഞാൻ എന്താണെന്ന് ഇളക്കി കാണിച്ചു തരാം. അല്ലേ, കട്ടയൊന്നും പിടിച്ചിട്ടില്ല, നല്ലപോലെ കിട്ടിയിട്ടുണ്ട് റൈസ്. കറക്റ്റ് ആ പരുവത്തിന് നമ്മൾ എടുക്കുന്ന ഏത് ഗ്ലാസ്സാണോ എന്താണോ അളക്കുന്നത് അതനുസരിച്ച് എടുത്താൽ മതി. അതിന് മെഷറിങ് കപ്പൊന്നും വേണമെന്നില്ല. ഗ്രേവി സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിത് ദമ്മാക്കാം. അതുകൊണ്ട് ആ പാനിലോട്ട് തന്നെയാണ് ഞാൻ ദമ്മാക്കാൻ വെക്കുന്നതും. ഗ്രേവി നമ്മൾ അതിനകത്തോട്ട് തട്ടി ഇട്ടിട്ട് ഒന്ന് നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് റൈസും. നമ്മൾ ഈ റൈസ് ഹാഫ് കുക്ക് ആകുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്കതിനകത്ത് ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ ചേർക്കാം. മക്കൾക്ക് ഇഷ്ടമല്ല, അവരതെല്ലാം നുള്ളിപ്പറക്കി കളയും. അതുകൊണ്ട് ഞാനതൊന്നും ഇടാത്തത്. കഴിക്കും അത്ര താല്പര്യമില്ല. അന്നേരം അതിനകത്തോട്ട് അതുകൊണ്ട് മറ്റ് സാധനങ്ങളൊന്നും ചേർക്കത്തില്ല. അതിനകത്തോട്ട് ആ വെള്ളത്തിലോട്ട് ഞാനൊരു ഇച്ചിരി പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്തായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂവും കിസ്മിസും സവാളയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. മുകളിലോട്ട് കുറച്ച് നെയ്യ്. ഞാനിവിടെ ഡാൽഡയും സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കാറില്ല. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാൽ തന്നെ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ മാത്രം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കത്തുള്ളൂ. അല്ലാതെ ബിരിയാണി, ഇറച്ചിക്കറി അങ്ങനെയുള്ള ഐറ്റംസിനൊന്നും ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കത്തില്ല. നെയ്യ് തന്നെ ഉപയോഗിക്കുന്നത്. അത് ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് ദമ്മാക്കാൻ വെച്ചിട്ടുണ്ട്. തീ കൂടി കഴിഞ്ഞാൽ അടിഭാഗം കരിഞ്ഞു പോകും. കാരണം പ്രോൺസിന് വലിയ ഗ്രേവി ഇല്ലല്ലോ, അതാ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബായ്.